മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റൗണ്ട് യോക്ക് ആയിട്ടുള്ള ഫ്രോക്ക് ആണ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അളവിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ നീളത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തി നമുക്ക് 4 വയസ്സ് വരെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നെറ്റിൻ്റെ ഫ്രോക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയ നെറ്റാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ വൈറ്റ് ലൈനിങ് വെച്ച് കൊടുക്കുന്നു. ഇത് കോട്ടൺ സിൽക്കാണ് ഈ ക്ലോത്ത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ യോക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 14 ഇഞ്ച് ഇതുപോലെ നീളവും വീതിയും എടുത്തിട്ട് ആണ് ഈ ക്ലോത്ത് ഇട്ടിരിക്കുന്നത്. 2 ലെയറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കൂടിയിട്ട് യോക്കിന് വേണ്ടിയിട്ട് നമുക്ക് 8 ലെയറാക്കി ഇതേപോലെ മടക്കണം. ആദ്യം നമ്മൾ 2 ലെയർ തുണി എടുത്തു, അതിനെ സെൻറ്ററിൽ നിന്ന് മടക്കി വീണ്ടും സെൻറ്ററിൽ നിന്ന് മടക്കുമ്പോൾ നമുക്ക് 8 ലെയറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 ലെയർ വീതം വേണം, ലൈനിങ് പോലെയും കൂടി വേണം. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ 2.5 ഇഞ്ചാണ് ഇവിടെ വിഡ്ത്തും ലെങ്ത്തും എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്തും 2.5 ഇഞ്ച്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ കോർണറിൽ നിന്ന് ഇതുപോലെ ഈ മടക്ക് സൈഡ് വരുന്ന ഈ കോർണറിൽ നിന്ന് ഇതുപോലെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം റൗണ്ട് ചെയ്ത് നമ്മൾ അത് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് 3 ഇഞ്ച് വീതം ആണ് നമുക്ക് യോക്കിൻ്റെ നീളം വരുന്നത്. അതായത് തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് ഈ 3 ഇഞ്ച് വരുന്നത്. അപ്പം തയ്ച്ച് വരുമ്പോൾ 2 ഇഞ്ച് ആവും. അപ്പോൾ അത് അങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ 3 ഇഞ്ചും പിന്നെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തില്ലേ, അത് 2.5 ഇഞ്ച് അങ്ങനെ കൂട്ടിയിട്ട് 5.5 ഇഞ്ച് നമ്മൾ ടോട്ടലാക്കിയിട്ട് ഇതുപോലെ ഈ കോർണറിൽ നിന്ന് വീണ്ടും ഇതുപോലെ വരച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരുന്നത്. അത് നെക്കായിട്ട് വരും, നെക്കിൻ്റെ വീതിയായിട്ട് വരും. ഇത് യോക്കിൻ്റെ വീതിയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക, യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതുപോലെ മാറാതിരിക്കാൻ ഒരു മുട്ടുസൂചി കുത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അടിയിലും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ, തയ്യൽ തുമ്പോട് കൂടിയിട്ട്. അപ്പോൾ തയ്യൽ തുമ്പ് എന്തായാലും 1 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ ഇവിടെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിവർത്തുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇനി നമ്മൾക്ക് ഏറ്റവും മുകളിലത്തെ ആ റൗണ്ടാണ് നമുക്ക് നെക്കായിട്ട് വരുന്നത്. താഴെ യോക്കായിട്ട് വരും സ്കേർട്ട് യോജിപ്പിക്കുന്ന പോർഷൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ നിന്നൊന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ കണ്ടതിന് ശേഷം നമുക്ക് അവിടുത്തെ 2 ലെയർ മാത്രം എടുത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്കിലേക്കാണ്, കാരണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബാക്കിലേക്ക് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ അവസാനം ഇത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് തലയിൽ കൂടി കയറും. ഇനി കയറുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ടുസൂചി കുത്തി വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ സൈഡിൽ കൂടി ചുറ്റി അടിക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ അടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്കേർട്ടിനായിട്ട് ക്ലോത്ത് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമ്മൾ വൈറ്റ് ലൈനിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് തന്നെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ നീളം എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പോട് കൂടിയിട്ട് 15 ഇഞ്ചാണ്, 15 ഇഞ്ചാണ് താഴെ. ആ വർക്ക് തീരുന്നിടത്തു നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ താഴെ മടക്കി അടിക്കാൻ, അവിടെ ഇൻ്റർലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള തുണിയും കൂടെ എടുത്ത് 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 22 ഇഞ്ച്, 22 ഇഞ്ച്. ഇതുപോലെ 2 ലെയറാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് 22 ഇഞ്ച് വരും. അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്ലീറ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു, ഇതുപോലെ നമ്മൾ എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിനെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സെൻറ്റർ ഇവിടെയാണ് പ്ലേറ്റുകൾ വരുന്നത്, സെൻറ്ററിൽ ഇതുപോലെ. അതുപോലെ ആ സൈഡിൽ നിന്ന് നമ്മൾക്ക് നമ്മുടെ ആം ഹോള് ഫ്രോക്കിലേക്കും കൂടി വരും, ഇതുപോലെ സ്കേർട്ടിലേക്കും കൂടി വരും. അപ്പോൾ അത് നമ്മൾ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്കും അതുപോലെ തന്നെ ഈ സൈഡിലേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിങ്ങനെ ആം ഹോൾ നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ ഇതുപോലെ ബോക്സ് ആക്കി കൊടുത്ത് നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ യോക്കിലും കുറച്ച് വരും ആം ഹോള്. അതിന് ശേഷം താഴോട്ട് ഇതുപോലെ വരും സ്കേർട്ടിലോട്ടും കൂടി.
അപ്പം അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമ്മളിവിടെ 1.5 ഇഞ്ച് ഇതുപോലെ ഈ സൈഡിൽ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ ചരിച്ച് ആം ഹോൾ വരച്ച് അവിടത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കർവ് ഷേപ്പിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തത്. ഇതുപോലെ ആം ഹോളും കട്ട് ചെയ്ത് മാറ്റുക. സെൻറ്റർ ഒന്ന് നമ്മൾ കട്ട് ചെയ്യുക. ഇത് നമുക്ക് യോക്കുമായിട്ട് യോജിപ്പിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ 2 സൈഡ് ഇതുപോലെ അടിച്ചെടുത്തു കേട്ടോ. നേരത്തെ നമ്മൾ സൂചി കുത്തി വെച്ചിരുന്നല്ലോ, അത് നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചെടുത്തു. അതിനുശേഷം ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ്. നമ്മൾ നെക്കിൽ കട്ട് ചെയ്യുന്ന പോലെ അതുപോലെ ഈ സൈഡിലും കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ ആ കർവായ ഷേപ്പ് അതുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചുറ്റും നമ്മൾ തയ്യൽ തുമ്പെ കൊള്ളാതെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് തിരിച്ചിടുക. അപ്പോൾ ഇങ്ങനെ തിരിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സൈഡ് അതുപോലെ ഈ യോക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ ഓപ്പണിംഗ് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ തിരിച്ചിടാം. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ തിരിച്ചിട്ടു കേട്ടോ. നമുക്ക് നല്ല റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് തല കിടക്കുന്നില്ലെങ്കിൽ അവിടെ ഓപ്പണിംഗ് കൊടുക്കാം കേട്ടോ. ഒരു പീസ് വെച്ച് വേറെ യോജിപ്പിച്ച് കൊടുത്താൽ മതി. അവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുത്താൽ മതി, മടക്കി അടിച്ചിട്ടാണേലും. പക്ഷേ ഇപ്പം നമുക്ക് അത് അത്യാവശ്യം തല കിടക്കും, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല വീതിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഒരു സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. ആ തയ്യൽ തുമ്പ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം മറ്റേ സൈഡ് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടി യോജിപ്പിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ അതും നീറ്റായിട്ടിരിക്കുന്നതിന് വേണ്ടി മടക്കിയതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചെടുത്തു. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. അപ്പോൾ അത് ബാക്കിലേക്ക് ആകത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം സെൻറ്റർ കാണുക. അതിന് ശേഷം നമ്മൾ 2 സൈഡിൽ നിന്നും ഇനി ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോൾ ഇപ്പോൾ നമ്മളൊരു 3 ഇഞ്ച് താഴേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആം ഹോളായിട്ട് വരുന്നത്. ഇതും പിന്നെ സ്കേർട്ടിലെ ബാക്കിയും കൂടി വരും. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ബാക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡും നമുക്ക് യോജിപ്പിക്കണമല്ലോ, ബാക്ക് ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ കണ്ടോ, സ്കേർട്ടിൻ്റെ പീസിൽ ഒരു സൈഡിൽ നമ്മൾ യോജിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം ക്ലോത്ത് മടക്കിയാണല്ലോ നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് വിടിയിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വിടിയിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ആ സെൻറ്റർ നമ്മൾ സ്കേർട്ടിൻ്റെ മാർക്ക് ചെയ്തത് യോക്കിൻ്റെ സെൻറ്ററുമായിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് നമ്മൾ യോക്കിൻ്റെ സെൻറ്ററും സ്കേർട്ടിൻ്റെ സെൻറ്ററും ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മൾ പ്ലീറ്റുകൾ ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കണം. ആം ഹോള് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിരുന്നല്ലോ യോക്കിൽ 3 ഇഞ്ച്. അവിടേക്ക് നമ്മളുടെ ഈ സ്കേർട്ടിൻ്റെ ആം ഹോൾ ഈ കോർണർ 2 സൈഡും ഇതുപോലെ വെച്ച് കൊടുക്കുക. ബാക്കി പ്ലീറ്റുകൾ സെൻറ്ററിലാക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ലൈനിങ്ങും 2 പീസ് മടക്കിയെടുത്ത് ഇപ്പോൾ 4 ആക്കിയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ വീതിയിൽ നീളത്തിലും തന്നെ എടുക്കുക. അതിനുശേഷം ഇതേപോലെ അളവിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നീളം ഞാൻ ഒരേ ലെവലിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ട്രാൻസ്പെറൻറ്റ് നെക്ക് ആയതുകൊണ്ട് അടിവരെ ആകത്തക്ക രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആം ഹോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓരോ ലെയർ എടുത്തിട്ട് നമ്മൾ ഈ സൈഡിൽ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആം ഹോൾ സ്റ്റിച്ചിങ് കഴിയും, എളുപ്പമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ 2 സൈഡും ചെയ്യുക ഇതുപോലെ. ഇനിയിപ്പോൾ ലൈനിങ് ഇല്ലെങ്കിൽ ആ തുണി തന്നെ വെച്ചിട്ട് മടക്കി അടിക്കുക കേട്ടോ, കട്ടിയുള്ള തുണിയാണെങ്കിൽ. അതുപോലെ ബാക്കിലേക്കും അതുപോലെ തന്നെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഇതുപോലെ മടക്കി അടിച്ചെടുത്തു 2 സൈഡ്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തത്. നേരത്തെ യോജിച്ചിരുന്ന സൈഡ് കട്ട് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ സൂചിയിൽ നൂല് കോർത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ പ്ലീറ്റുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സൂചി നമ്മൾ തുന്നി കൊടുക്കുക.
വലിയ സ്റ്റിച്ചുകൾ ഇട്ടിട്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റുകൾ കറക്റ്റ് വീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടേക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത അവിടേക്ക് ഇതുപോലെ പ്ലീറ്റുകൾ കറക്റ്റ് ആക്കി കൊടുക്കുക. സെൻറ്ററിലേക്ക് കൂടുതൽ പ്ലീറ്റുകളാക്കിയിട്ട് സൈഡിലേക്ക് കിട്ടുന്നത് പോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ മുട്ടിസൂചി കുത്തി വെച്ച് കൊടുക്കുക. നമ്മുടെ സ്കേർട്ടിൻ്റെ സെൻറ്ററും നമ്മൾ ആദ്യം യോക്കിലും സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നു, അത് രണ്ടും കറക്റ്റാക്കി വയ്ക്കുക. 2 സൈഡിലേക്കും തുല്യമായിട്ട് തുണികൾ ഇട്ട് കൊടുക്കുക കേട്ടോ, പ്ലീറ്റുകളാക്കി. അതുപോലെ മുട്ടിസൂചി കുത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ മുട്ടിസൂചി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലേക്കും ചെയ്യണം. ഇനി നമ്മൾ ഇത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അടിച്ചതിന് ശേഷം സൈഡ് യോജിപ്പിക്കുക, താഴെ അടിച്ചെടുക്കുക. താഴെ ഇപ്പോൾ നെറ്റ് ആയതുകൊണ്ട് ഞാൻ ഇൻ്റർലോക്ക് ചെയ്യുകയാണ്, ലൈനിങ് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രോക്ക് റെഡിയായി കഴിഞ്ഞു. അതുപോലെ നമ്മുടെ നെക്കിൻ്റെ അവിടെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് തുണി ഉണ്ടായിരുന്നല്ലോ, നെറ്റ് ഡിസൈൻ ഇല്ലാത്ത, അപ്പോൾ അത് 3 ഇഞ്ച് വീതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനെ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മടക്കിയതിന് ശേഷം നമ്മൾ തുന്നുവാണ് ചെയ്യുന്നത്. ഇത് തുന്നുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മൾ സ്കേർട്ടിൽ തുന്നിയില്ലേ, അപ്പോൾ നമുക്ക് പ്ലീറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വലിയ ഇഴകൾ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ നമ്മൾ അറ്റം വരെ തുന്നി കൊടുക്കുകയാണ്. അതിന് ശേഷം നൂല് വലിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പ്ലീറ്റുകളായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ ഇതുപോലെ ചുരുട്ടി കൊണ്ടുവന്ന് നമ്മൾ ഫ്ലവറാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ നീളവും വീതിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നമ്മുടെ ഫ്ലവറിന് എത്ര വലുപ്പം വേണോ അതനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 3 ഇഞ്ച് വീതിയിലാണ് ഇതിൻ്റെ നെറ്റ് ബാലൻസ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇതുപോലെ ബാലൻസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ കളയാതെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ആക്കി എടുക്കാം. അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുവാണ്. സൂചി അറ്റം വരെ നമ്മൾ എടുത്തു. അതിനുശേഷം ആ നൂലെടുത്ത് ഇതുപോലെ വലിക്കുമ്പോൾ നമുക്ക് പ്ലീറ്റുകളായിട്ട് വരും. അതിനുശേഷം നമ്മൾ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഫ്ലവർ ഷേപ്പിൽ തന്നെ വരും. ഇത് വളരെ സിമ്പിളായൊരു ഫ്ലവറാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അടിയിൽ നിന്ന് തുന്നി കൊടുക്കുക, എല്ലാം കൂടി ഒരുമിച്ച് തുന്നി കൊടുക്കുക. അപ്പം നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഇതിന്മേൽ സ്റ്റോണോ ബീഡ്സോ ഒക്കെ നമുക്ക് വെച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് കിട്ടി. അപ്പം നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ സൈഡ് യോജിപ്പിച്ചു, താഴെ ഇൻ്റർലോക്ക് ചെയ്തു, അടി നമ്മൾ മടക്കി അടിച്ചു ലൈനിങ്ങിൻ്റെ. അതുപോലെ നമ്മൾ ഒരുമിച്ച് ലൈനിങ്ങും നമ്മുടെ നല്ല തുണിയും കൂടെ ഒരുമിച്ചല്ല അടിച്ചിരിക്കുന്നു കേട്ടോ. പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ 2 ആക്കി എടുത്തു, കാരണം അല്ലെങ്കിൽ അത് കൂട്ടിപ്പിടിച്ച പോലെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഉള്ളിൽ നിന്ന് നോക്കിയാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവർ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെയാണ് വെക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റോൺ നമുക്ക് കയ്യിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അവിടെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഗം തേച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ രീതിയിലാണ് കിട്ടിയത്. നല്ല ഭംഗിയായിട്ടും നീറ്റായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക്